റസ്മിൻ ജാസ്മിനെ അടിച്ച സംഭവം ലൈവിലും ഇല്ല, എപ്പിസോഡിലും ഇല്ല. എന്താണ് സംഭവം? എന്തുകൊണ്ട് ആ സംഭവം ലൈവിലില്ല, എപ്പിസോഡിലില്ല? ജാസ്മിൻ്റെ തലയിലിരിക്കുന്ന ഹെൽമെറ്റ് അടിച്ചെടുത്ത് തറയിൽ എടുത്ത് എറിയുന്ന സീനുകളും അടിച്ച് പൊട്ടിക്കുന്ന സീനുകളും ജാസ്മിനെ അടിക്കുന്ന സീനുകളൊന്നും ഇല്ല, കട്ട് ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടി? റസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ, റസ്മിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? എന്തുകൊണ്ടാണ് അതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു സംഭവം നടന്നത്? എന്തുകൊണ്ട് റസ്മിനെ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു ആക്ട് ചെയ്തിട്ടും ഇജക്റ്റ് ചെയ്തില്ല? ഇമ്മീഡിയറ്റ് ഇജക്റ്റ് ചെയ്യാനുള്ള സാധനമാണ് ഇന്ന് റസ്മിൻ അതിനകത്ത് കാണിച്ചത്. ജാസ്മിൻ മാപ്പ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ഇതേ സെയിം സാധനം സിജോയുടെയും റോക്കിയുടെയും ഇഷ്യൂവിൽ നടന്നപ്പോൾ സിജോ മാപ്പ് കൊടുത്തു. ബിഗ് ബോസ് അത് കേട്ടോണ്ടിരുന്നോ? ഇല്ലല്ലോ. ബിഗ് ബോസിൻ്റെതായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ലേ? ഇവിടെ എന്തുകൊണ്ട് ആ തീരുമാനം ഉണ്ടായിരുന്നില്ല? എന്തുകൊണ്ടില്ല? ഇതുപോലെ തന്നെ മറ്റൊരു ഇൻസിഡൻ്റ് ആണ് ജയിലിൽ വെച്ച് ജാസ്മിൻ അടിച്ചത് ജിൻഡോയെ. അതും എന്തുകൊണ്ട് ബിഗ് ബോസ് ചോദ്യം പോലും ചെയ്തില്ല? എന്തായാലും ഇന്നത്തെ സംഭവത്തിൽ റസ്മിൻ തന്നെയാണ് കുറ്റക്കാരി. ബുള്ളി ഗ്യാങ്ങിലെ പുതിയ വ്യക്തി റസ്മിൻ. അൻസിബ ഇന്ന് സംഭവം തുറന്നു പറയുന്നുണ്ട്. ഈ പറയുന്ന അടി ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ തിളച്ച എണ്ണ ചട്ടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അടുപ്പിൽ. അതെങ്ങാനും ദേഹത്ത് തെറിച്ച് വീഴുന്നെങ്കിൽ ഒരു കാരണവശാലും മാറത്തില്ല എന്ന് അൻസിബ പറയുന്നുണ്ട്. ഇങ്ങനെ എണ്ണ, അതിൻ്റെ ഷോക്കാണ് അൻസിബയ്ക്ക്. അൻസിബ തുറന്നു പറയുന്നുണ്ട്, അതിൻ്റെ ഷോക്കാണ് എനിക്ക് ആ തിളച്ച എണ്ണ. റസ്മിൻ ഇത്രയ്ക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ല. ഒരു ടീച്ചറല്ലേ, വിവരവും വിദ്യാഭ്യാസവും ഇല്ല. എനിക്ക് അറിഞ്ഞുകൂടാത്തവന് ചോദിക്കുകയാണ്. എന്നിട്ട് ഒരു ടീച്ചറായി ബാക്കിയുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാനുള്ള ഒരാളാണ് റസ്മിൻ. പോട്ടെ, അതല്ലല്ലോ, ഇത് നമ്മുടെ ഗെയിമല്ലേ. ലിവിങ് ഏരിയയിൽ എല്ലാവരും കൂടെ വന്ന് കൂടിയിരിക്കുന്ന സമയത്ത് റസ്മിൻ പറയുന്നുണ്ട് അവനോട്, ആ പന്നി മോനോട് മിണ്ടാതിരിക്കാൻ പറ, എരുതിയിൽ എണ്ണ ഒഴിക്കാതിരിക്കാനെന്ന്. എന്താണ് ഈ വീട്ടിൽ നടക്കുന്നത്? ഈ സംഭവം ലാലേട്ടൻ ചോദിക്കണം. എന്തായാലും അസോൾട്ടിൻ്റെ കാര്യമൊന്നും ചോദിക്കുമെന്ന് വിചാരിക്കേണ്ട. ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടും വീടിനകത്തൊരു വാണിംഗ് പോലും കൊടുക്കാതെ നിങ്ങൾ ചെയ്തത് അസോൾട്ടാണെന്ന് പോലും പറയാത്ത ബിഗ് ബോസും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ കാര്യം ഇതെന്തായാലും എപ്പിസോഡ് ഈ ചീത്ത വിളിച്ച സാധനം പന്നിമോനെ എന്ന് വിളിച്ച കാണിച്ചല്ലോ. അതുകൊണ്ട് എന്തായാലും വീക്കെൻഡിൽ ഈ സാധനം ക്വസ്റ്റ്യൻ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കാണിക്കത്തില്ല, നീതിനെ കൂടെ ഹൈഡ് ചെയ്ത് വിടുമായിരുന്നു. അപ്പോൾ ഈ സാധനം കാണിച്ചുകൊണ്ട് എന്തായാലും ആ സാധനം ക്വസ്റ്റ്യൻ ചെയ്യും. റസ്മിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. റസ്മിൻ ആരുടെ റസ്മിൻ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരാളെ ശരി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ശരിയെന്ന് പറയും, തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്ന് പറയും. ഇന്നലെ ഞാൻ പറഞ്ഞു അൻസിബ ചെയ്തത് തെറ്റാണ്. അപ്പോഴും ഞാൻ എടുത്തു പറയുന്നുണ്ടായിരുന്നു റസ്മിൻ ഈ പറയുന്ന ബുള്ളി ഗ്യാങ്ങിലില്ല, റസ്മിൻ ഇല്ല ഞാൻ എടുത്തു പറയുന്നുണ്ടായിരുന്നു. നോറയും അൻസിബയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ് സംഭവം. ഈ പറയുന്ന അൻസിബയും നോറയും ഇന്ന് സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്. അവരുടെ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ റസ്മിൻ ആ ഏരിയയിലൊന്നുമില്ല. റസ്മിൻ ഇന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ്. എന്താണ് ആക്ച്വലി നടക്കുന്ന സംഭവങ്ങൾ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ മെയ് 8 ഡേ 59 ബിഗ് ബോസ് സീസൺ 6 റിവ്യൂ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ ഞാൻ കൃത്യമായിട്ട് എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രധാന സംഭവങ്ങളെന്ന് എടുത്ത് പറയും. ഇനി നമുക്ക് അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകാം. ഞാൻ ഡെയിലി ഇപ്പം ലൈവിൻ്റെ കൂടെ ഞാൻ റിവ്യൂവും അപ്ഡേറ്റ് ചെയ്താണ് ഇടുന്നത്. അപ്പോൾ ഇന്ന് ശ്വേത വന്നതിന് ശേഷം ശ്വേത ജാസ്മിൻ്റെ അടുത്ത് നിൻ്റെ റോബോട്ടിക് ഡാൻസ് കാണണം, എല്ലാവരെയും വിളിച്ച് ഈ ലിവിങ് റൂമിൽ ഇരുത്തെന്ന് പറഞ്ഞ് വിടുന്നുണ്ട്. ജാസ്മിൻ പോയി വിളിക്കുമ്പം ഈ പറയുന്ന പവർ റൂമിലുള്ള റസ്മിൻ ആയിക്കോട്ടെ, അഭിഷേക്, അൻസിബ ഇവരാരും വരുന്നില്ല. ജാസ്മിൻ വന്ന് വീണ്ടും ശ്വേതരെ കംപ്ലൈൻറ്റ് പറയുന്നു, കേൾക്കുന്നില്ല. ജാസ്മിൻ നിങ്ങൾ ഫീലിങ്സ് ഇല്ലാത്ത റോബോട്ടല്ലേ, പോയി വിളിക്കാൻ പറയുന്നു, പോകുന്നു. ജാസ്മിൻ പോയി സ്റ്റൗ ഓഫ് ആക്കുമ്പോഴാണ് റസ്മിൻ എന്ത് ചെയ്യുന്നത്? കൈ പിടിച്ച് മാറ്റുന്നു, തള്ളുന്നു, അടിക്കുന്നു, കാണിക്കുന്നു. പിന്നീടുള്ള സീനിൽ ലൈവിലും എപ്പിസോഡിലും ജാസ്മിൻ്റെ തലയിലിരിക്കുന്ന റോബോട്ടിക് ഹെൽമെറ്റ് എവിടെ പോയി? ഈ തലയിലിരിക്കുന്ന ഹെൽമെറ്റ് തെറിച്ച് ദൂരെ 2 കഷ്ണമായിട്ട് മാറിപ്പിളന്ന് വീണിരിക്കുകയാണ്. എങ്ങനെ അത് വീണു? പിന്നീട് ജാസ്മിൻ ശ്വേതയുടെ അടുത്ത് പറയുന്നുണ്ട് റസ്മിൻ അത് അടിച്ച് എറിഞ്ഞ് ഉടയ്ക്കുന്നുണ്ടെന്ന്. അത്രയും വിത്തിൻ സെക്കൻഡ്സിൽ നടന്ന സാധനങ്ങൾ ലൈവിലും എപ്പിസോഡിലും കട്ട് ചെയ്തു. അത് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം റോക്കി സിജോ ഇഷ്യൂ വന്നതിന് ശേഷം ഈ പറയും പോലെയുള്ള വയലൻസ് ടെലികാസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയിൽ കേസുകൾ പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വയലൻസ് ടെലികാസ്റ്റ് ചെയ്യുന്നത് നിർത്തിയതിന് ശേഷമാണ് മിഡിൽ ഫിംഗർ പൊക്കുന്നത് പോലും അവർ കാണിക്കാത്തത്, എപ്പിസോഡിലും ലൈവിലും കാണിക്കാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട്
ബിഗ് ബോസിൻ്റെ ഭാഗത്തോ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തോ ഹോട്ട്സ്റ്റാറിൻ്റെ ഭാഗത്തോ തെറ്റില്ല. കാരണം അവർക്കത് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല. ഈ പറയുന്ന വയലൻസ് ടെലികാസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല. പക്ഷേ ഇത് എപ്പിസോഡിലും ലൈവിലും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും വിചാരിക്കും റസ്മിൻ വലിയ പുണ്യാളത്തിയാണല്ലോ, ഒന്നും ചെയ്തില്ലല്ലോ, കൈ പിടിച്ചിങ്ങനെ തട്ടിയല്ലേ ഉള്ളൂ എന്ന്. അല്ല, ഇവളുടെ കപടമുഖം, ഇവളെന്ന് കാണിച്ച സാധനം ഹോട്ട്സ്റ്റാറിൽ കട്ട് ചെയ്തോട്ടെ, എപ്പിസോഡിൽ കട്ട് ചെയ്തോട്ടെ, ടി വിയിൽ കട്ട് ചെയ്തോട്ടെ, എവിടെയോ കട്ട് ചെയ്തോട്ടെ, കണ്ണുകൊണ്ട് കണ്ട മനുഷ്യരാണ് എന്നെപ്പോലെയുള്ള ഒത്തിരി റിവ്യൂവേഴ്സും ഒത്തിരി 10,000 20,000 കണക്കിനുള്ള ആളുകളും ലൈവിൽ കണ്ട സംഭവം തന്നെയാണ്. ജാസ്മിനെ അടിച്ചതിന് ശേഷം നെക്സ്റ്റ് സീൻ ജാസ്മിൻ്റെ തലയിലുള്ള ഹെൽമെറ്റ് 2 പൊളന്ന് താഴെ കിടക്കുന്നു. പിന്നീട് ജാസ്മിൻ പറയുന്നത് എപ്പിസോഡിൽ വ്യക്തമാണ്. അപ്പോൾ റസ്മിനെ നിങ്ങൾ ബ്ലാക്ക് മാർക്ക് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചോ, എപ്പോഴെങ്കിലും ഈ സാധനം ആവശ്യം വരും. ഈ ജാസ്മിനെ അടിക്കുന്ന സമയത്ത് തിളച്ച എണ്ണ അടുപ്പി കിടക്കുകയാണ്. അത് അൻസിബ പോലും എതിരായിട്ട് പറയുന്നുണ്ട്, അത് ആരുടെയെങ്കിലും ദേഹത്ത് തെറിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേനെ സംഭവിക്കുക? അയാളുടെ ജീവിതമേ തൊലഞ്ഞു പോകും. തിളച്ച എണ്ണ, അൻസിബ പറയുന്നുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തിളച്ച എണ്ണ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് വെട്ടി തിളയ്ക്കുന്ന എണ്ണയായിരുന്നു ആ സംഭവം. എന്നിട്ട് ബിഗ് ബോസ് എന്ത് ചെയ്യുന്നു? ഇവരെ എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിക്കുന്നു. അവിടെ വന്നിരിക്കുമ്പോൾ ആർക്കും കാര്യം അറിയത്തില്ല, എവിടെ നിന്നാ തുടങ്ങിയെന്ന് അറിയത്തില്ല. അപ്പോൾ സിജോ ജാസ്മിൻ്റെ അടുത്തിരുന്നിട്ട് ശ്വേതയുടെ അടുത്തും അർജുൻ്റെ അടുത്തും കാര്യം പറയുകയാണ്. ഇതുപോലെ ശ്വേത മാം പറഞ്ഞു, കിച്ചണിൽ പോയി അവരെ പോയി വിളിക്കാൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പോയി എന്നിങ്ങനെ. അപ്പോൾ റസ്മിൻ ഈ പറയുന്ന അവൾക്ക് അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് വീണ്ടും നായക്ക് തന്നെ മുറുമുറുപ്പ് എന്ന് പറഞ്ഞ കണക്ക് റസ്മിൻ അവളെ അടിച്ച്, അവളെ പിടിച്ച് പുഷ് ചെയ്ത് തള്ളി, ഹെൽമറ്റ് വലിച്ചൂരി എറിഞ്ഞ് പൊട്ടിച്ച്, എന്നിട്ട് അവിടെ വന്ന് ഇരുന്നിട്ട് ഈ റസ്മിൻ എന്തിന് തലപ്രാന്ത് കാണിക്കുന്നത്? എന്നിട്ട് ഈ അടി കിട്ടിയ ജാസ്മിനല്ലേ ഭ്രാന്ത് കാണിക്കേണ്ടത്? റസ്മിൻ അവിടെ വന്ന് നിന്നിട്ട് പറയാണ്, സിജോ എന്നിട്ട് ഇങ്ങനെ തല കുത്തിരുന്നിട്ട്, നോറ അവൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറ. അപ്പം നോറ ഉടനെ, സിജോ ചേട്ടാ നിങ്ങൾ മിണ്ടാതിരി, അവളൊന്ന് ഹീലാവരത്തിന് സമയമെടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും സിജോ മിണ്ടാതിരിക്കുന്നു. സിജോ ഒന്നും മിണ്ടുന്നില്ല. രണ്ടാം അർജുൻ വീണ്ടും ചോദിക്കുന്നത് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സിജോ പറയുന്നുണ്ട്, അർജുനാണ് ആരാണോ സിജോ പറയുന്നുണ്ട്, അത് ഇവള് കിച്ചണിലോട്ട് പോയി. അപ്പം അപ്പുറത്ത് ഋഷി ഇരിപ്പുണ്ട്, ഇപ്പുറത്ത് നോറ ഇരിപ്പുണ്ട്, നടുക്കിരിക്കുന്ന റസ്മിൻ. ആ പന്നി മോനോട് അവനോട് എരുതിയിൽ എണ്ണ ഒഴിക്കരുതെന്ന് പറ എന്ന്. നീ ആരടി? നീ ആര്? ഒരാളെ ഒരു മൊട്ടൻ ചീത്ത വിളിക്കാൻ? നിന്നെയാണ് ഒരാൾ ചീത്ത വിളിച്ചതെങ്കിൽ നീ കേൾക്കുമോ? നിന്റെ പ്രൊഫഷനെ പറ്റി പറഞ്ഞപ്പോൾ നീ റോക്കിയുടെ മണ്ടയിൽ കുതിര കയറിയോളല്ലേ? അല്ലേ? നിനക്ക് അത് ചെയ്യാൻ അറിയില്ല, ഇത് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ നീ റോക്കിയുടെ മോളിൽ കുതിര കയറിയില്ല. അന്ന് നിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു. അതേ നീ ഇന്നെന്തിന് മറ്റൊരാളെ ഇങ്ങനെ സംബോധന ചെയ്യുന്നു? ഈ വീട്ടിൽ ബാക്കിയുള്ളവരെ രതീഷ് സംസാരിക്കുമ്പോഴായിക്കോട്ടെ, താൻ ചക്കയാണ്, താൻ മാങ്ങയാണ്, ഇത് കുടുംബക്കാർ കാണുന്ന പ്രോഗ്രാമാണ്, തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നിനക്കെന്ത് റൈറ്റ്സ് ഉണ്ട് ഒരാളെ അങ്ങനെ വിളിക്കാനായിട്ട്? എത്ര റൈറ്റ്സ് ആണുള്ളത് അങ്ങനെ വിളിക്കാനായിട്ട്? ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് തന്നെയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഒരു കണ്ടസ്റ്റൻറ്റിനെയും ബുള്ളി ചെയ്യാനല്ല വന്നിരിക്കുന്നത്. പക്ഷേ ഈ സീസൺ ഏറ്റവും ടോക്സിസിറ്റി നിറഞ്ഞ സീസണാണ്. നിങ്ങൾക്ക് ആ കണ്ടസ്റ്റൻറ്റിനെ എന്തും പറയാം നിങ്ങൾക്ക് ആ കണ്ടസ്റ്റൻറ്റിനെ. പക്ഷേ ഒരാളുടെ രോഗത്തെ വെച്ചും അയാളുടെ വീട്ടിലിരിക്കുന്ന ആളുകളെക്കുറിച്ചും ഇങ്ങനെ പറയാൻ പാടില്ല. റസ്മിൻ പറഞ്ഞത് തെറ്റാണ്. അത് ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്യണം. ഈ പറഞ്ഞതുപോലെ ജാസ്മിനെ അടിച്ചതിലും ഈ പറയുന്ന തള്ളിയിട്ടതിലും അതിൻ്റെ പേരിൽ ഒന്നുകിൽ ഇതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഇജക്ഷൻ നടക്കാനുള്ള സാധനമാണിത്. വിത്തിൻ സെക്കൻഡ്സിനകത്ത് ഇമ്മീഡിയറ്റ് ഇജക്ഷൻ. ഇതിനകത്ത് ചോദിക്കാനും പറയാനൊന്നുമില്ല. ബിഗ് ബോസ് ഹാസ് ദ റൈറ്റ്സ് ടു ഇജക്ട് റസ്മിൻ. പക്ഷേ എന്തുകൊണ്ടത് ചെയ്തില്ല? റസ്മിനെ സേവ് ആക്കി വെച്ചുകൊണ്ട് ജാസ്മിനെ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനങ്ങ് ഒതുക്കി വിട്ടു. എന്തിനാണ് ഒതുക്കി വിട്ടു? ഇമ്മീഡിയറ്റ് ഇജക്ഷൻ നടത്താനുള്ള സാധനമാണിത്. റസ്മിനെ ഇജക്ട് ചെയ്തില്ല. ഈ പറയും പോലെയുള്ള ചീത്ത വിളിക്കും ഇതിനും റസ്മിനെ ഒന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. ഇനി ആവർത്തിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല. ലാലേട്ടൻ വരുമ്പോഴെങ്കിലും ദയവ് വിചാരിച്ച് ഇതിൻ്റെ മേക്കേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഇത് ചോദിക്കണം. ഇത് റസ്മിനെ അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് 2 ആഴ്ചത്തെ ഡയറക്റ്റ് നോമിനേഷനും പവർ റൂമിൽ നിന്ന് വെളിയിലാക്കണം. ക്യാപ്റ്റൻ ആവാൻ സമ്മതിക്കരുത്. ഇനി സ്ട്രൈക്ക് കാർഡും കൊടുക്കണം. ഇത് ഇത്രയും ചെയ്യണം. കാരണം എന്ത് വിശ്വസിച്ച് ഇങ്ങനെ ആ വീട്ടിലുള്ള കണ്ടസ്റ്റൻസ് കഴിയും? അതും ഈ പറയുന്ന റസ്മിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ജാസ്മിൻ. അതിനകത്ത് സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിനെ പോലും അടിച്ചിടിച്ച് തലമണ്ട അടിച്ച് പൊട്ടിക്കാൻ തയ്യാറായി നിൽക്കുന്നവൾ ബാക്കിയുള്ളവർക്ക് എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? ആ വീട്ടിൽ നിൽക്കുന്നവർക്ക് എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? ഞാൻ ചോദിക്കട്ടെ,
എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? ഈ പറഞ്ഞ റോക്കി അങ്ങനെ ചെയ്തപ്പം നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ്, വീട്ടിലുള്ളവർ എങ്ങനെ വിശ്വസിച്ച് നിൽക്കും ഇനി അവിടെ, ഇനി പലർക്കും അടി കിട്ടുമെന്നല്ല. അപ്പോൾ റോക്കി എജക്റ്റ് ആയത് നല്ലതാണ്. ഇതുപോലെ ഈ റസ്മിന് വാണിംഗ് കൊടുത്തവിടെ നിർത്തി. എന്താണിത്? എന്ത് സംഭവമാണിത്? ഇതുപോലെ ബാക്കി വീട്ടുകാർക്ക് സംഭവിക്കത്തില്ല എന്ന് എന്തുറപ്പാണുള്ളത്? എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമോ? ബിഗ് ബോസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാനുള്ള സാധനമാണിത്. ബിഗ് ബോസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുത്തിട്ടില്ല. അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വീക്കെൻഡിൽ റസ്മിനെ ഫയർ ആക്കണം, ലാലേട്ട ഫയർ ആക്കണം. ഇന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ മൊത്തം റിവ്യൂ ഇൻക്ലൂഡിങ് ലൈവ് മൊത്തം ഞാൻ വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് മാത്രമേ ഇതിനകത്ത് പറയുന്നത്. ഈ ടോപ്പിക്ക് മാത്രമേ എപ്പിസോഡിലുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ആരെ ബുള്ളി ചെയ്യാനിരിക്കുന്നതല്ല, പക്ഷേ ഈ സാധനം കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി. ഓക്കെ, അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വീഡിയോ ആയിട്ട് വരാം. ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യണം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.